ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. പണനഷ്ടം, മാനഹാനി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബാലാഖ് എന്ന രാജാവ്. എവിടെയോ ഉറങ്ങിക്കിടന്ന ബലയാമിനെ കാശു കൊടുത്ത് വിളിച്ചു വരുത്തി ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ ഒരു മലയുടെ മുകളിൽ കയറി 7 യാഗങ്ങൾ കഴിച്ചു, കുറേ മൃഗങ്ങളെ കൊന്നു. ബലയാം ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചു. വീണ്ടും ഒരു മലയുടെ മുകളിൽ കയറി അവിടെയും യാഗമൊക്കെ നടത്തി ബലയാമിനോട് ശപിക്കാൻ പറഞ്ഞു. ബലയാം പറഞ്ഞു, ആഭിചാരം, ലക്ഷണവിദ്യ ഇവർക്ക് ഏൽക്കുകയില്ല. ദൈവം ഇവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ദൈവം വാക്ക് മാറുകയില്ല. ഇത്രയായപ്പോഴേക്കും ബാലാക്ക് പറയുകയാണ്, ശപിക്കുകയും വേണ്ട, അനുഗ്രഹിക്കുകയും വേണ്ട, നീ ഒന്നും പറയണ്ട. ബാലാക്ക് വളരെ നിരാശനായി. എങ്കിലും ഇത്രയും പണം മുടക്കി, സമയം മുടക്കി ബലയാമിനെ കൊണ്ടുവന്നതല്ലേ, ഒന്നുകൂടെ ശ്രമിക്കാം. വേറൊരു മലയുടെ മുകളിലേക്ക് പോവുകയാണ്. അവിടെ കൊണ്ടുപോയി അവിടെയും ഇതുപോലെ 7 യാഗപീഠങ്ങളും പണിത് 7 യാഗമൊക്കെ നടത്തുവാൻ തുടങ്ങി. പക്ഷേ ഇതിനോടകം ബലയാമിനൊരു കാര്യം മനസ്സിലായി. ദൈവത്തിന് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുന്നത് ഇഷ്ടമാണ്. ഇപ്പോൾ 24-ാം അധ്യായത്തിൽ ബലയാം ഈ ലക്ഷണവിദ്യയുടെ പ്രൊസീജിയറിനൊന്നും പോയില്ല. അതൊക്കെ അവിടെ കിടക്കട്ടെ, അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങി. ഇതാണ് 3-ാമത്തെ പ്രവചനം അല്ലെങ്കിൽ സുഭാഷിതം. 24:3 മുതൽ നമ്മൾ വായിക്കുന്നു. ബയോറിൻ്റെ മകനായ ബലയാം പറയുന്നു, കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറയുന്നു, ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, സർവ്വശക്തൻ്റെ ദർശനം ദർശിക്കുന്നവൻ, വീഴുമ്പോൾ കണ്ണു തുറന്നിരിക്കുന്നവൻ പറയുന്നത്, യാക്കോബേ നിൻ്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിൻ്റെ നിവാസങ്ങൾ എത്ര മനോഹരം. താഴ്വര പോലെ അവ പരന്നിരിക്കുന്നു. നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെ, യഹോവ നട്ടിരിക്കുന്ന ചന്ദനവൃക്ഷങ്ങൾ പോലെ, ജലാന്തികയുള്ള ദേവദാരുക്കൾ പോലെ തന്നെ അവൻ്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. അവൻ്റെ വിത്തിന് വെള്ളം ധാരാളം. അവൻ്റെ അരജൻ ആഗാഗിലും ശ്രേഷ്ഠൻ. അവൻ്റെ രാജ്യത്വം ഉന്നതം തന്നെ. ദൈവം അവനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ശത്രുജാതികളെ അവൻ തിന്നുകളയുന്നു. അവരുടെ അസ്ഥികളെ അവൻ തകർക്കുന്നു. അസ്ത്രമെയ്ത് അവരെ തുളയ്ക്കുന്നു. അവൻ സിംഹം പോലെ പതുങ്ങിക്കിടക്കുന്നു. ഒരു സിംഹി കണക്കെ ആരവനെ ഉണർത്തും. നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഇസ്രായേൽ മക്കളോട് ശാപവാക്കുകൾ പറയാൻ വന്ന ബലയാം യാക്കോബിനെ പ്രശംസിക്കുകയാണ്. നിൻ്റെ കൂടാരങ്ങൾ, ഇസ്രായേലെ നിൻ്റെ നിവാസങ്ങൾ എത്ര മനോഹരം. കഴിഞ്ഞ ആഴ്ച ഞാൻ അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചിരുന്നു. ഏതാണ്ട് 30 ലക്ഷത്തിലധികം ജനങ്ങൾ ഈ വെളിം പ്രദേശത്ത് താമസിക്കുകയാണ്. എന്തൊരു കോലാഹലമായതിനെ, എന്തൊരു കയോസ് എന്ന് പറയും. ഒരു ഓർഡറുമില്ലാതെ, ഒരു ക്രമമില്ലാതെ ആളുകൾ ജീവിച്ചേനെ. അവിടെ സ്റ്റാമ്പ് ഇടും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ബഹളവും ഒക്കെ ഉണ്ടായേനെ. എന്നാൽ ഇതൊന്നുമില്ലാതെ 4 ഗ്രൂപ്പുകളായി സമാഗമന കൂടാരത്തിൻ്റെ 4 ദിക്കുകളിൽ അവർ താമസിക്കുന്നു. ഓരോ ഗോത്രവും പ്രത്യേകം കൂടാരം മേടിച്ച് അതിൽ താമസിക്കുന്നു. ഇങ്ങനെ ആളുകൾ വളരെ ക്രമമായി താമസിക്കുന്ന കാഴ്ച ഒരു മലയുടെ മുകളിൽ നിന്ന് നോക്കിയ ബലയാമിന് ദൈവത്തിൻ്റെ അരുളപ്പാടൊന്നും ഇല്ലെങ്കിലും ഇത് വളരെ ഭംഗിയാണ് എന്ന് മനസ്സിലായി. താനത് പറയുകയാണ്, യാക്കോബേ നിൻ്റെ കൂടാരങ്ങൾ എത്ര മനോഹരം. താഴ്വര പോലെ പരന്നിരിക്കുക എന്ന് വെച്ചാൽ താഴ്വരയ്ക്ക് അതിരില്ലല്ലോ, അങ്ങ് കാണത്താ ദൂരത്തേക്ക് ഇതിങ്ങനെ കിടക്കുകയാണ്. നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ടാണ് ഇവരുടെ താമസം, ഭംഗിയുള്ളതാണ്. നമ്മൾ സാറിന് പറയുമല്ലോ, ക്ലെൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ് എന്ന്. അതായത് ദൈവം വസിക്കുന്ന ഒരു സ്ഥലത്ത് വൃത്തിയുണ്ട്, ക്രമമുണ്ട്. അത് കണ്ടാൽ ഒരഴകുണ്ട്. ഈ ദൈവ ആത്മാവ് ഉള്ളിലില്ലാത്ത ആളുകളുടെ ഒരു ലക്ഷണം അവർക്ക് വൃത്തി ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അവർക്ക് സ്വന്തം ശരീരത്തെ വൃത്തിയായി സൂക്ഷിക്കുവാൻ, അവരുടെ സാഹചര്യങ്ങളെ വൃത്തിയായി സൂക്ഷിക്കാൻ അവർക്ക് കഴിയുകയില്ല. ദൈവാത്മാവിൻ്റെ ഒരു ലക്ഷണമാണത്. അവരുടെ ശരീരത്തെയും അവരുടെ പരിസരത്തെയും
വൃത്തിയായി സൂക്ഷിക്കുക, ഭംഗിയായി സൂക്ഷിക്കുക എന്നുള്ളത്. ഇവിടെ അവർക്ക് വെള്ളത്തിന് ക്ഷാമമില്ല. അവർ കൃഷി ചെയ്താൽ അവിടെ ഇഷ്ടംപോലെ വെള്ളം. മാത്രമല്ല, ഇവരുടെ ഒരു രാജാവിനെ കുറിച്ചാണ് ഇയാൾ പറയുന്നത്. ഇസ്രായേൽ മക്കൾക്ക് ഈ സമയത്ത് രാജാവില്ല. രാജാവുണ്ടോ ഇല്ലയോ എന്ന് ബലയാമിന് അറിഞ്ഞും കൂടാ. പക്ഷേ ഇയാൾ പറയുകയാണ് അവൻ്റെ അരജൻ ആഗാഗിലും ശ്രേഷ്ഠൻ. അപ്പോൾ ആഗാഗ് വലിയൊരു രാജാവായിരുന്നു. അവൻ്റെ രാജ്യത്വം ഉന്നതം തന്നെ. കാര്യം ഇതൊക്കെയാണെങ്കിലും ബലയാമിന് ഒരു കാര്യം മനസ്സിലായി, ദൈവമാണ് ഇവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ കാട്ടുപോത്തിനെ പോലെ അവർക്ക് ശക്തിയുണ്ട്. ശത്രുക്കളെ അവർ നിർമൂലമാക്കുന്നു. അവരുടെ അസ്ത്രം എയ്ത് ശത്രുക്കളെ അവർ തുളയ്ക്കുകയാണ്. അവർ സിംഹം പോലെയാണ് പെരുമാറുന്നത്. ഇതൊക്കെ ബലയാം പറഞ്ഞിട്ട് അവസാനം ബലയാം പറയുകയാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. നമ്മൾ ഈ കാര്യം ഇതിനു മുമ്പ് ചിന്തിച്ചതാണ്. അബ്രഹാമിനോടാണ് ദൈവം പറഞ്ഞത്, നിൻ്റെ സന്തതി അവരെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, അവരെ ശപിക്കുന്നവർ ശപിക്കപ്പെട്ടിരിക്കും. ഇതേ കാര്യം യാക്കോബിനോടും പറഞ്ഞതാണ്. ഇത് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്. ഇത് ബലയാം കേട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആ കാര്യം ദൈവം ബലയാമിലൂടെ വീണ്ടും പറയുന്നു. എന്താണ്? നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ അതിൽ നിന്നും ബലയാം പറയുന്നത്, എനിക്ക് ശപിക്കപ്പെടാൻ മനസ്സില്ല, അതുകൊണ്ട് ഞാൻ ഇവരെ ശപിക്കുന്നില്ല. എനിക്ക് അനുഗ്രഹിക്കപ്പെടണമെന്നാണ് ആഗ്രഹം, അതുകൊണ്ട് ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ബലയാം ഇതൊക്കെ പറഞ്ഞപ്പോൾ അത് കേട്ടു നിന്ന് ബാലാക്കിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെയധികം പണം ചെലവഴിച്ച് സമയം ചെലവഴിച്ച് ഈ ബലയാമിനെ ഇവിടെ കൊണ്ടുവന്നത് ഇസ്രായേൽ മക്കളെ ശപിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അയാൾ പറയുകയാണിപ്പോൾ, ഇവരെ ശപിക്കുന്നവർ ശപിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് ബാലാക്ക് കൂടെ കേൾക്കുക. നീ ഇവർക്ക് അനുഗ്രഹമാണെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും. നീ അവരെ ഉപദ്രവിക്കുവാൻ, അവരെ ശപിക്കുവാൻ, അവരെ പരാജയപ്പെടുത്തുവാനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ നീ ശപിക്കപ്പെട്ടിരിക്കും, നീ പരാജയപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടുകയില്ല. ഇത് കേട്ടപ്പോൾ ബാലാക്കിൻ്റെ കോപം ബലയാമിൻ്റെ നേരെ ജ്വലിച്ചു. അവൻ കൈ ഞെരിച്ച് ബലയാമിനോട്, എൻ്റെ ശത്രുക്കളെ ശപിപ്പാൻ ഞാൻ നിന്നെ വിളിപ്പിച്ചു, നീയോ ഇവരെ 3 പ്രാവശ്യവും ആശീർവദിക്കുക ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിൻ്റെ സ്ഥലത്തേക്ക് ഓടിപ്പോക. നിന്നെ ഏറ്റവും ബഹുമാനിപ്പാൻ ഞാൻ വിചാരിച്ചിരുന്നു, എന്നാൽ യഹോവ നിനക്ക് ബഹുമാനം മുടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ബലയാം ബാലാക്കിനോട് പറഞ്ഞത്, ബാലാക്ക് തൻ്റെ ഗ്രഹം നിറച്ചു വെളിയും പൊണ്യും തന്നാലും യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഗുണമെങ്കിലും ദോഷമെങ്കിലും സ്വമേധയായി ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. യഹോവ അരുളി ചെയ്തെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ഇത് ബലയാം നേരത്തെ പറഞ്ഞതാണ്. ബലയാം അത് പറയുന്നുണ്ട്. നീ അയച്ച ദൂതന്മാരോട് ഞാനിത് പറഞ്ഞതല്ലേ, ദൈവം പറഞ്ഞത് മാത്രമേ ഞാൻ പറയൂ. ഈ പ്രവാചകനിലൂടെ ദൈവം നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യം, നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ ദൈവം നിയന്ത്രിക്കും. ഇവർ ആരിൽ ആശ്രയിക്കുന്നോ അവരിലൂടെ ദൈവം ഇവരെ നിയന്ത്രിക്കുകയാണ്. ബാലാക്ക് ബലയാമിലൂടെ ഇസ്രായേൽ മക്കളെ ശപിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ബലയാമിലൂടെ തന്നെ ദൈവം ബാലാക്കിനോട് സംസാരിച്ചു. ബാലാക്കിനോട് പറഞ്ഞു, ഇത് നടക്കില്ല, ഈ ജാതി അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നിനക്ക് അവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ കാലത്തും ജീവിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഇത് ചെയ്യുന്നു. ദൈവം അവരെ ശത്രുക്കളിൽ നിന്നും സൂക്ഷിക്കുന്നു. ഇനി ഒരു സുഭാഷിതം കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത ആഴ്ച ശ്രദ്ധിക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.